ഫേസ്ബുക്കിൽ വളരെ വൾഗറായിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരി സിറ്റി മോളില് വൈകുന്നേരം 6 മണിക്ക് പൊൻകണി 2020 നിങ്ങളുടെ എനർജി നമുക്ക് ഫോം ചെയ്തിട്ടൊരു എനർജി ഉണ്ടാവും. ഹലോ ഗൈസ്, ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഒരുപാട് പേര് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നടന്നിട്ടുള്ള നിതിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിലവിൽ പുറത്തു വന്ന ഒരുപാട് വാർത്തകളും എനിക്ക് അവിടെ ഗ്രൗണ്ട് അഥവാ ആ പർട്ടിക്കുലർ ആ കോളേജിൽ നിന്നും പല ആൾക്കാരും എനിക്ക് അയച്ചു തന്ന പല കാര്യങ്ങളും തമ്മിൽ പല മിസ്മാച്ചും കാണുന്നുണ്ട്. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അത് സ്വാഭാവികമായിട്ടും ജാതി അധിക്ഷേപം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ കുറച്ചുകൂടെ ഡാറ്റാസും കൂടെ നമുക്കത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യും. അത് ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യും. അത് നിങ്ങളൊന്ന് അറിയിക്കുകയാണ്. കാരണം എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സംഭവങ്ങളൊന്ന് ബോധ്യപ്പെടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീട്ടിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബിനകത്ത് എന്നെ ഒരു പർട്ടിക്കുലർ ചാനൽ എന്നെ മെൻഷൻ ചെയ്തിട്ട് ഒരു സംഭവം, അത് ചില സമയങ്ങളിലൊക്കെ പലരും നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ചാനൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. അവർ ആരും ചെയ്യാത്തത് കൊണ്ടാണ് അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ വളരെ വിഷമത്തോട് വളരെ പനിയും ഇതൊക്കെ പിടിച്ച് കിടന്ന നമുക്ക് നോക്കാം. അന്ന പ്രസാദ് എന്ന ഡാൻസറിനെ D4 ഡാൻസ് പ്രോഗ്രാം കണ്ടവർക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന മുഖമല്ല. കാരണം അത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു അന്ന. കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേജ് പെർഫോമൻസ് വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ വളരെ വൾഗറായിട്ടാണ് ഇപ്പോൾ പുള്ളിക്കാരിയുടെ വീഡിയോ ക്ലിപ്സ് എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ മീഡിയാസ് എന്തിനാണ് ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത്. വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ സത്യം പറയാമല്ലോ, അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. മുൻനിരയിലുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ ആരും പ്രതികരിക്കാത്തത് കണ്ടപ്പോൾ ആരും പ്രതികരിക്കാത്തില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോയതും ഈ ഒരു കാര്യത്തിനെ ഒന്ന് സെർച്ച് ചെയ്ത് തപ്പിയെടുത്തതും. ആക്ച്വലി അന്ന പ്രസാദ് എന്ന് പറയുന്ന D4 ഡാൻസിൻ്റെ അകത്തൊക്കെ ഉള്ളൊരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഡാൻസറാണ്. അപ്പോൾ അവർ ഇപ്പം അവരുടെ റീസെൻ്റായിട്ട് ഒരുപാട് ഇപ്പോൾ ഏത് സിനിമയിലൊക്കെ ഒരു കൊറിയോഗ്രാഫി ചെയ്തെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഡാൻസിൻ്റെ അവരുടെ വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ നമുക്ക് മിക്ക സമയങ്ങളിൽ ഫീഡിലൊക്കെ വരുന്നത് കാണാം. ഒരു ഡാൻസ് റിലേറ്റഡ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരാളാണ് അന്ന പ്രസാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്ന പ്രസാദിൻ്റെ ഒരു ഡാൻസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അത് എന്താണ് ആ ഡാൻസിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നുള്ളത് അടക്കം നമുക്ക് നോക്കാം. എന്താ സംഭവിച്ചത്, അത് എവിടെ വെച്ചാണ് സംഭവിച്ചത്, എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അന്ന പറയുന്നത് കേൾക്കാം. അപ്പൊ ഈ വരുന്ന ഏപ്രിൽ 11 ശോഭ സിറ്റി മോളില് വൈകുന്നേരം 6 മണിക്ക് പൊൻകണി 2026 ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവണം. അപ്പൊ നമുക്ക് അടിച്ചു വിളിക്കാം. ഓക്കെ. അപ്പോൾ ഈ 11-ാം തീയതി വിഷുക്കണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിഷു വരികയാണല്ലോ. നാളെ അല്ലേ 15-ാം തീയതി വിഷുവാണ്. അപ്പോൾ ആ വിഷുവായിട്ട് ബന്ധപ്പെട്ടിട്ട് ശോഭ സിറ്റി മാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം. അതിനകത്ത് അന്ന ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. ഒരു ഡാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പലതരത്തിലുള്ള ഡാൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പം സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് ഡിഫറൻ്റ് ആയിട്ട് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ നമ്മുടെ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഡാൻസ്, അതായത് നമ്മുടെ സിനിമാറ്റിക് ലെവലുള്ള ഡാൻസാണ് അന്ന കൂടുതൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇവർ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് അവരുടെ മേഖല, അവരുടെ പ്രൊഫഷൻ തന്നെ അതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ച് അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്ത ഒരാളാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവരിടുന്ന ഡ്രസ്സ്, അവരിടുന്ന മേക്കപ്പ്, അത് ആ ഒരു പബ്ലിക് വേദിയിൽ വരുന്ന സമയത്ത് അവരെന്തൊക്കെ ശരീരത്തിൽ പുറത്തും അകത്തും ധരിക്കണമെന്ന് ഒരു ധാരണയില്ലാത്ത ഒരാളായിരിക്കും. ഒരു സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കൊണ്ട് പോട്ടെ, അവിടെ ജെൻഡറൊന്നും നമ്മൾ നോക്കണ്ട, കാർഡില്ല. ഓക്കെ. പക്ഷേ ഈ പർട്ടിക്കുലർ ചാനലിനകത്ത് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ പുള്ളിക്കാരത്തിൽ ആ ഡാൻസ് പെർഫോമൻസ് കാണണമല്ലോ, എന്താണ് കമൻറ്റ് നമുക്കറിയണമല്ലോ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അപ്പം എന്താണ് ഡാൻസ് എന്നുള്ള കാര്യം ആ കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു അടിച്ചുപൊളി പാട്ടിന് ഡാൻസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. എന്തായിരുന്നാലും അതിൽ സാരി ഉടുത്തിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, പർദ്ദ ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അല്ലേ? മോഹിനി ആട്ടത്തിൻ്റെയോ മറ്റുള്ള എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്താ പറയുക, മന്മഥരാസ എന്നുള്ള പാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവർ നിൽക്കുകയാണ്. അപ്പോൾ ആ ഡ്രസ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ ഡ്രസ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തോന്നുന്നുണ്ടോ? അല്ല, എങ്ങനെയാണ് ഇത്രയും ഈ ഒരു സിനിമാറ്റിക് ഡാൻസ് കളിക്കേണ്ടത്, എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടാണെന്നുള്ളതും കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ പറയുന്ന പർട്ടിക്കുലർ ആൾക്കാരുടെ അടുത്ത് കേട്ടോ. അവരുടെ അടുത്താണ്, നിങ്ങളുടെ അടുത്തല്ല.
എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത്, എസ്പെഷ്യലി വിഷുവിന്റെ പൊൻകണി അല്ലേ, എനർജി. പുള്ളിക്കാരത്തിയുടെ നമ്മുടെ ഈ സ്റ്റേജിൽ അഥവാ നമ്മളിപ്പം ഇപ്പോൾ ഒരു പാട്ട് പാടാൻ ഒരു സ്റ്റേജിൽ കയറിയാലും ഒരു പ്രസംഗത്തിൻ്റെ സ്റ്റേജിൽ കയറിയാലും ഒരു കലാകാരൻ എന്ത് തരത്തിലുള്ള കലാപ്രവർത്തനം, കലാകാരനോ കലാകാരിയോ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേജിലേക്ക് കയറിയാലും ആ ഫ്രണ്ടിലിരിക്കുന്ന 10 പേരായിക്കോട്ടെ 10,000 പേരായിക്കോട്ടെ ആ ആൾക്കാർ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പെർഫോം ചെയ്യുന്ന ആൾ ശരിക്കും ഈ ചൂളിപ്പോവുക എന്ന് പറയും, ഇല്ലാണ്ടായിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരത് എന്താണ് നിങ്ങൾ റിയാക്ഷൻ വരത്തില്ല. സാധാരണ ഇതിൽ ആരെങ്കിലൊക്കെ പറയുമ്പോൾ വീണ്ടും ഒരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും കാണിക്കേണ്ടതാണ്. ഇവിടെ അത് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് നമുക്കത് വിസിബിളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, കാരണം ആൾക്കാർ ആരും അത്രത്തോളം അതിനകത്ത് ഇൻട്രസ്റ്റഡ് അല്ലാത്തത് പോലെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സ്റ്റേജിൽ നിന്നൊരു ശബ്ദമൊന്നും പുറത്ത് ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വലിയ ശബ്ദമോ ബഹളമോ ഒന്നും കേൾക്കാനൊന്നുമില്ല. അപ്പോൾ അവർ ആ ഒരു നീരസമ അവരുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഈ കമൻറ്റ് ബോക്സ് ജസ്റ്റ് നമുക്ക് നോക്കാം. നല്ല ഇഷ്ടമായിരുന്ന ഒരു കലാകാരിയായിരുന്നു, പക്ഷേ മോശം അന്ന, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് ഒരു ഗ്രാമീണ സൗന്ദര്യം ഉണ്ടായിരുന്നു, അത് പോയി. ഇവിടെ നാണമില്ലേ ഈ കമൻ്റൊക്കെ ഇടാൻ? ഈ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നവർ ഈ മറ്റേ ദേഹം മൊത്തം മറച്ചിട്ട് സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടുണ്ടെന്ന് ഡാൻസ് കളിക്കണമെന്നാണോ പറയുന്നത്? ഓക്കെ, അങ്ങനെ കളിക്കുന്ന പാട്ടുകളും ഉണ്ട്. അപ്പം മസാല ചുവയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഡാൻസ് ഒക്കെ ഉണ്ട്. അത് ഏതാണ്? നമ്മുടെ വിജയ് ദേവർകൊണ്ട മറ്റേ പുള്ളിക്കാരത്തിലുണ്ടല്ലോ, അവരുടെ പുഷ്പയിലല്ലേ, അതിനകത്തൊരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. അതിനകത്ത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ കാട്ടുചെമ്പകം പൂത്തല്ല, അതുപോലെ അതോ നമ്മുടെ പൃഥ്വിരാജിന്റെ ഏതൊക്കെ സിനിമയ്ക്കകത്ത് അത് ഒരു ഐറ്റം ഡാൻസ് പോലത്തെ സംഭവം സാരി ഉടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഡാൻസ് അത് വേറൊരു പെർഫോമൻസ് ആണ്. ആ പാട്ട് നമുക്ക് കാണാം. ഇതിലും ഭേദം ഡ്രസ്സ് ഇല്ലാതെ വരുന്നതാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ അവർ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നവരാണ് ഇതിലും ഭേദം ഡ്രസ്സ് ചെയ്യാതെ വരുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് യൂണിവേഴ്സ് ആണെന്ന്. എന്ന തുപ്പുവാണ്. വിഷുവിന് ഇത് ആണോ കണി, കുറച്ച് ഇഷ്ടമായിരുന്നു അതുകൂടെ ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞു. മൂട് കീറിയ ഡാൻസ് കണ്ടു. മൂട് കീറിയ ഡാൻസ് എന്ന് പറയുന്നു. ഇനി നമ്മൾ ഇവർ പറയുന്ന സാധനത്തിലേക്ക് പോവാം. നോക്കാം, നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ഇത് ശബ്ദം ഒന്ന് ഒഴിവാക്കണം. ഓക്കെ, മറ്റേ ആ ഒരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഈ പർട്ടിക്കുലർ പാട്ട് അതിൻ്റെ ഡാൻസ് സ്റ്റെപ്പ് വയ്ക്കുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് മല്ലിക ബാണൻ്റെ അമ്പുകളോ എന്നുള്ള സാധനത്തിൻ്റെ ഈ ഒരു തരത്തിലല്ലാതെ ഈ ഒരു എന്താണ് വേറെ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആയിരിക്കണം അവർ വരേണ്ടത്? ഈ ഡ്രസ്സിൻ്റെ അകത്ത് ഇവർ എന്തൊക്കെയോ കണ്ടു എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്നും കാണുന്നില്ല. നിങ്ങളെല്ലാം കാണുന്നുണ്ടോ? എനിക്കൊന്നും കാണാനൊന്നും കഴിയുന്നില്ല. അല്ല, ഇത്രയും സൂക്ഷ്മമായിട്ടൊക്കെ നമ്മളെല്ലാവരും ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെയല്ല അവർ ഇടുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള അടിവസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൾക്കാരുടെ ഗവേഷണം മൊത്തം അങ്ങനെയാണ്. അവർ കളിക്കുന്ന ഡാൻസ് അല്ല ശ്രദ്ധ മൊത്തം മറ്റ് പല കാര്യങ്ങളൊക്കെയാണ്. കലാകാരി ഇപ്പം ഈ കഥകളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കഥകളി ആസ്വദിക്കുന്നവരുടെ രീതി, ആസ്വദിക്കുന്നത് അതിനകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സാധാരണ രീതിയിൽ ഇതെന്തോ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ ആ കഥകളി അഭ്യസിക്കുന്ന കലാമണ്ഡലത്തിലൊക്കെ അഭ്യസിക്കുന്ന ആൾക്കാർ വർഷക്കണക്കിന് ഇതൊക്കെയാണ് മുഖത്തുള്ള ഭാവങ്ങളും ആ എക്സ്പ്രഷൻസും മറ്റേ ഈ ശരീരത്തും കൊണ്ട് ഓരോന്ന് കാണിക്കുന്നതൊക്കെ. അത് ഓരോരോ വേഷത്തിന് ഓരോരോ അനുസരിച്ചിട്ടുള്ള ഭാവങ്ങളും ഭാവവ്യത്യാസങ്ങളൊക്കെ വരും. അതിനകത്ത് സംസാരമൊന്നുമില്ലല്ലോ, പക്ഷേ പാട്ടിലൂടെ ഈ സംഭവങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പാട്ടിടുന്നു, ആ ഒരു ഇതിന് ആൾക്കാരെ ത്രസിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ ഉത്സാഹപ്പെടുത്തുന്ന രീതിയിൽ അവർ ഡാൻസ് ചെയ്യുന്നു. അതിന് അവരിട്ടേക്കുന്ന ഡ്രസ്സാണത്. അവരല്ലാതെ മറ്റേ ഇടേണ്ട സാധനങ്ങളൊന്നും ഇടാതെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അധിക്ഷേപിച്ച് അങ്ങ് കമൻ്റ് ഇടുകയാണ്. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെവിടെയാണ് സ്റ്റേജ് പൊളിച്ചടിക്കുന്നത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സ്റ്റേജ് പൊളിച്ചടിക്കുന്നത് അവളുടെ മൂഡ് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടു എന്ന്. എന്തുമാത്രം ഇത് വായിക്കുന്ന അവരുടെ ഒരു അവസ്ഥയോട് ആലോചിച്ച് നോക്കണേ. അവർ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെ മകളുണ്ടാവും, നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുപാടും കുറേ കലാകാരികളൊക്കെ ഉണ്ടാവും. അവർ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ അവരെ ഒരു പെർഫോമൻസ് നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് നമുക്ക് അറിയുന്ന ഒരു കുട്ടി ഇതുപോലെ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ഇതുപോലെ സോഷ്യൽ മീഡിയയ്ക്കകത്തിട്ട് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? നിങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്ത് എത്രയോ കുട്ടികൾ ഇപ്പോൾ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടാവും. അവരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ പുറത്ത് പ്രചരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വേറെ മോശമായ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അതിനെക്കുറിച്ച് പ്രതികരിക്കുക? ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം. ലാലേട്ടൻ നമ്മുടെ ലൂസിഫർ എന്നുള്ള സിനിമയ്ക്കകത്ത് എൻ്റെ പിള്ളേരെ തൊടുന്നോടാന്ന് പറയുന്ന അത് മറ്റേ ഈ ചവിട്ടി ഇങ്ങനെ വയ്ക്കുന്ന സീൻ അറിയാമല്ലോ. അതുപോലെ നരസിംഹം ദാങ്കണക്ക് ദില്ലം അല്ലേ, ഇതുപോലെ പല സാഹചര്യങ്ങളും ദേവാസുരം
ആടുതോമ, ഈ സ്ഥലങ്ങളിലൊക്കെ ആടുതോമയായിട്ട് മാറുന്ന ലാലേട്ടനെ ഇപ്പോഴും നമ്മൾ മാസമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതിനകത്ത് ലാലേട്ടൻ എന്നുള്ളൊരു കഥാപാത്രമാണ്, ലാലേട്ടനല്ല, ലാലേട്ടൻ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുകയാണ് അല്ലേ, ആടുതോമ എന്നുള്ള കഥാപാത്രമായിട്ട്. ആ സമയത്ത് അദ്ദേഹം അടിവസ്ത്രം നിക്കറൂട്ടോട്ടൊക്കെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരാളോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിയിലുള്ള വെള്ള നിക്കർ കാണുന്ന സമയത്ത് നമുക്ക് ആവേശവും ഉത്സാഹവുമാണ്. ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഈ ഒരു സംഭവത്തിന് ഇത്രയും ഈ പുള്ളിക്കാരൻ ഇത്രയും പറയാതിരിക്കുന്നത്? ലൈംഗിക ദാരിദ്ര്യം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇടയായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ റീഷെയർ ചെയ്യുന്ന സാധനങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഈ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുന്ന കാര്യം, നമ്മുടെ സിവിക് സെൻസിനെ കുറിച്ച് പറയുന്ന കാര്യം, നമ്മുടെ കൾച്ചറലായിട്ടുള്ള ഒരുപാട് മുന്നേറ്റത്തിനെ കുറിച്ച് പറയുന്ന കാര്യം, അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം ഒരു നമ്മുടെ നാടിനെ കുറിച്ചല്ലേ പറയുന്നത്, നമ്മുടെ മലയാളികളെ കുറിച്ചല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട് ക്ലീൻ ആണെന്നും നമ്മുടെ നാട്ടിനകത്തുള്ള ആൾക്കാരെല്ലാം നല്ല വിശിഷ്ടമായിട്ടുള്ള സ്വഭാവവും വ്യക്തിത്വമുള്ള ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ റീഷെയർ ചെയ്യും. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള ആൾക്കാരും കൂടെ അറിഞ്ഞിരിക്കണമെന്നുള്ളത്. അതേ നാട്ടിലുള്ള ആൾക്കാരാണ് ഇതും കൂടെ കാണിക്കണം എന്ന് പറയുന്ന സമയത്ത് പാജി പറഞ്ഞൊരു കാര്യം, 100% കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം. അത് പക്ഷേ മറ്റൊരുത്തിയുടെ എന്തെങ്കിലും തരത്തിൽ അവരുടെ വ്യക്തിപരമായ സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കലാപ്രവർത്തനങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ കാമക്കണ്ണുകൾ ഇങ്ങനെ നോക്കി അതിനെ വേറെ തരത്തിൽ ഇങ്ങനെ അധിക്ഷേപിച്ചൊക്കെ ചെയ്യുന്നത് എന്തുവാടേ? നമ്മുടെയൊക്കെ വീടുകളിലും കുട്ടികളൊക്കെ ഇല്ലേ, അവരും ഇതുപോലെയൊക്കെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് പൊള്ളൂലേ? ചിന്തിക്കണ്ടേ? കളിച്ച് ബാക്ക് കീറി കിടക്കുന്നത് ആരും കാണുന്നില്ലേ? ഞാൻ കണ്ടില്ല. എവിടെ ചൂട് കാലമല്ലേ, ഇവിടെ രണ്ടിന് പോയിട്ട് കഴുകാതെയാണോ സ്റ്റേജിൽ കയറിയത്? എങ്ങനെ കഴിയുന്നു? അതും കമൻ്റായിട്ട് ഇട്ടേക്കുവാണ്. രാഷ്ട്രപതി കേസ് എടുക്കുമോ? ഇപ്പോൾ കോണകമാണോ സ്റ്റാറുകൾ ധരിക്കാറ്? വസ്ത്രങ്ങൾക്ക് പോലും ദാരിദ്ര്യം. ഒട്ടുമിക്ക ഹിന്ദി നടികളും 0 സൈസ് ആകാൻ ശ്രമിച്ചപ്പോൾ തെന്നിന്ത്യൻ നടിമാർ അത് ശ്രമിച്ചില്ല. കാരണം അവർക്ക് അറിയാം ഇവിടുത്തെ പുരുഷന്മാർ എല്ലാം മാംസഭുക്കുകളാണെന്ന്. ഉളുപ്പില്ലാത്ത ഓരോ വാണങ്ങൾ. അതിനിടെ ഇവിടെ എനർജി എന്നാണോ പറയുന്നത്? ഇതിലും ഭേദം മന്നാ രാജൻ തന്നെ. ഓക്കെ, സ്ത്രീകളുടെ ശത്രുവാണെന്ന് പല സ്ഥലങ്ങളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും എവിഡൻ്റ് ആയിട്ട് കാണുന്നത് ഇവിടെയാണ്. പല സ്ത്രീകളുമാണ് ഇതൊക്കെ വിമർശിക്കുന്നത്. ഇപ്പോൾ ഇതിലും ഭേദം അന്നാ രാജനാണെന്ന് പറയുന്നുണ്ട്. അത് വേറൊരു തരത്തിലുള്ള താരതമ്യമാണ്. കൊതുക് വല കീറാൻ പോകുന്നു, അതിശയകരമായി തോന്നുന്നു. ശരിക്കും ഹിരൺദാസ് മുരളി വേടൻ കാണിച്ചത് എന്ത് അശ്ലീലമായിരുന്നു ഇപ്പോഴാണ് വിഷകല പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇവളൊക്കെ ഈ പരിപാടി നിർത്തി വീട്ടിലിരിക്കാറായി. തൂയോ എന്ന ഒരു സംശയം. മുണ്ട് ബാക്കിൽ മഞ്ഞ കളർ, 4 കിലോഗ്രാം 500 ബോഡി ഷേമിങ്. അയ്യോ ചേച്ചി, എന്ത് ബാക്കാണ് കാണിക്കുന്നത്? കഷ്ടം, മറപ്പ് തോന്നി. കലയുടെ പേരും പറഞ്ഞ് ശരീരം കാണിക്കാതെ കാണിക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം കഴിവ്, അത് തോറ്റൽ സൗന്ദര്യം, അത് രണ്ടും തോറ്റൽ ഉടുതുണി. സൂപ്പർ, കുനിച്ച് നിർത്തി. ഓക്കെ, എല്ലാവരും ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി മഹാമാന്യനും ഈ പറയുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനകത്ത് മറ്റ് പല കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ മാന്യമായ സൽസ്വഭാവിയായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെ മനസ്സിനകത്തും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളതുപോലെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ അത് എവിടെ കാണിക്കണം, എപ്പോൾ കാണിക്കണം, ഏത് സാഹചര്യത്തിലാണ് അത് വേണ്ടത്, ഏത് സാഹചര്യത്തിൽ ആരോടൊപ്പം അത് പറയാം, ആരോടത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ധാരണയുണ്ട്. ഒരു പൊതുമധ്യത്തിൽ ഒരു പബ്ലിക്കായിട്ട് സാധനം വരുന്ന സമയത്ത് അതിനകത്ത് നിങ്ങളത് ഇങ്ങനെ എക്സ്പ്രഷനിൽ തന്നെ പച്ചയ്ക്ക് എഴുതി വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മനോനിലവാരമാണ് അവിടെ കാണുന്നത്. അവിടെ ഈ പറയുന്ന ഈ പുള്ളിക്കാരത്തി അന്നാപ്രസാദിൻ്റെ ഈ ഒരു വിഷയമല്ല, അവരല്ല ഇവിടുത്തെ മാറ്റർ. അവരിലൂടെ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സ്വഭാവ വൈകൃതങ്ങളാണ് എഴുതി വയ്ക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് എനിക്കിതിനകത്തൊന്നും വേറെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിനകത്ത് വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? നിങ്ങൾ ഈ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ, അതുപോലെ തന്നെ ഡാൻസ് കാണുന്ന ആൾക്കാരല്ലേ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് നടിമാർ, ഒരുപാട് ഇതുപോലെ മസാല ഡ്രസ്സിൽ ഡാൻസ് കളിക്കാറുണ്ട്, പബ്ലിക്കായിട്ടോ അല്ലാതെ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും കാണുക? സാരി ഉടുത്തൊന്നും കണ്ടിട്ടില്ലാത്തവർക്ക് സാരി ഉടുത്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി. ഓക്കെ, അപ്പൊ സാരി ഉടുത്ത വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ സാരി ഉടുത്ത ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതോടെ എങ്ങനെ പുറകെ നടക്കണം? എത്ര ഇട്ടാലും ആൾക്കാരെ കാണാറുണ്ടോ? വരുമ്പം എല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഓരോ വേദിയിൽ എങ്ങനെ പോകണം, ഓരോ വേദിയിലകത്ത് എങ്ങനെയൊക്കെ പോയി ഡാൻസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്കറിയാം.
ഓക്കെ, ഇത് ഞാൻ എനിക്ക് ഒന്നും പറയാനൊന്നുമില്ല. കാരണം ഇതിനകത്ത് എനിക്കൊരു തരത്തിലുള്ള മോശമായ ഒരു സംഭവം തോന്നുന്നില്ല. ഇതിലപ്പുറമുള്ള കാര്യങ്ങൾ സിനിമയിൽ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്നു. അത് അവരുടെ ക്യാരക്ടർ അതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു. അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഡാൻസ് കളിച്ചു. അതിലെനിക്കൊരു മോശവും തോന്നിയിട്ടില്ല. നമ്മൾ കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെല്ലാം കാണുന്ന വളരെ വലിയ രീതിയിലാണ്. നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ തന്നെ ഇത് കാണിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് അവരും കൂടെ അറിഞ്ഞു തുടങ്ങുമ്പോഴുണ്ടല്ലോ, എല്ലാത്തിലും ഉത്തരേന്ത്യ ഊപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ കൾച്ചർ എങ്ങോട്ട് പോകുന്നതും കൂടെ ചിന്തിക്കണം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കൊടുത്താൽ അടുത്തൊരു വീഡിയോ കാണുന്നത്. അതുപോലെ തന്നെ ഈ അന്ന പ്രസാദ് ഇപ്പോൾ കളിച്ച ഡാൻസിന് ഏത് കോസ്റ്റ്യൂമാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? എ സാരി, ബി സൽവാർ, സി കുർത്ത, ഡി എന്തെങ്കിലും മണമണാഞ്ഞ സംഭവം? നിങ്ങൾ കമൻറ്റ് ചെയ്യും. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.